കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. നിന്റെ നാവിറങ്ങിപ്പോയോ? എവിടെ തുളസിമോള്? തുളസി അവളുടെ വീട്ടിലാ. വീട്ടിലോ? എനിക്ക് അവളെ ഇപ്പൊ കാണണം. എത്രയും വേഗം അവൾ ഇവിടെ എത്തണം, എന്റെ മുമ്പിൽ. മനസ്സിലായോടി നിനക്ക്? മനസ്സിലായി. എടോ, എന്താ? അല്ല, ഈ വല്യമ്മ അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് തുളസി മോളെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ചിലരുടെയൊക്കെ ആഗ്രഹം അത് തന്നെയാണല്ലോ. ഒളിയമ്പകൾ ചെയ്യണ്ട, എന്റെ ആഗ്രഹം അത് തന്നെയാ, അതിനൊരു സംശയം വേണ്ട. എടോ, ഇത് ഞാൻ വല്യമ്മയുടെ ആഗ്രഹ ഇപ്പൊ പറഞ്ഞത്. എന്തേ, ആ ആഗ്രഹം സാധിച്ചു കൊടുക്കണ്ടേ? അത് സാധിച്ചു കൊടുത്തില്ലെങ്കിൽ വല്യമ്മേനെ നിലത്ത് നിർത്തുവോ? എന്തായാലും അനുസരിക്കാതിരിക്കാൻ നിവർത്തിയില്ലല്ലോ. പ്രസാദേട്ടൻ വിളിക്കവളെ. ഞാൻ വിളിക്കാനോ? ഞാൻ തുളസിമോളെ വിളിക്കൊന്നുമില്ല. താൻ കാരണോ തുളസി ഇവിടുന്ന് പോയത്. താൻ തന്നെ അവളെ തിരിച്ചു വിളിക്കും. പറ്റില്ല, എനിക്കവളെ വിളിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പ്രസാദേട്ടൻ വിളിക്കും. എടോ, ഞാൻ തുളസി മോളെ വിളിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വരില്ല. എടോ, ഇത് മന്ദാകിനി വല്യമ്മയുടെ ഓർഡറാണ്. തനിക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ വിളിച്ചാൽ മതി. എന്താ ഇവിടെ പ്രശ്നം? എടാ, തുളസി മോളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്താൻ. ഞാൻ വിളിച്ചാലൊന്നും തുളസി മോളെ എനിക്കറിയില്ലേ. ആദി, നീ അവളെ വിളിക്ക്, എന്നിട്ട് ഇങ്ങോട്ട് വരാൻ പറ. എങ്ങനെ? എടാ, നീ വിളിച്ചാ തുളസി ഇങ്ങോട്ട് വരാൻ പറയാ. എന്നെയൊന്നും കിട്ടില്ല അതിന്. എന്റെ ഭാര്യ ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് അവളെ നാണം കടത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പിന്നല്ല. അതെ, മന്ദാകിനി വലിയ പറഞ്ഞതേ അമ്മയോടാ. അമ്മയ്ക്ക് ആവശ്യമുണ്ടെങ്കിൽ ചെന്ന് വിളിച്ചാൽ മതി. അതെ അച്ഛാ, ചിലപ്പോ തുളസിയുടെ കാല് പിടിക്കേണ്ടി വരും. എന്നാലേ അവള് വരും. ആരുടെയും കാലൊന്നും പിടിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ല, ഈ കാര്യം കാണാനേ കഴുത ചിലപ്പോ കാലും പിടിക്കേണ്ടി വരും അല്ലേ? എന്താ? അല്ല, ഈ കാര്യം കാണാൻ കഴുതക്കാലും പിടിക്കേണ്ടി വരുന്നു. അങ്ങനെയും പറയാം. ഞാൻ അവളെ വിളിക്കാം. ആ പ്രിയെ. അതല്ല, എടോ നിക്കേ, ഈ പ്രിയെ പറഞ്ഞിട്ട് തുളസി മോള് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ തന്റെ ഇഷ്ടം. നീ അങ്ങനെ നടന്നേ. അവൾ ആരെന്ന് വെച്ചാൽ വിളിക്കട്ടെ, നടക്കേ. അങ്ങനെ വല്യമ്മയുടെ കാര്യം ആലോചിക്കുമ്പോൾ ജയേട്ടാ, ആദ്യം തുളസിയും കൂടി ഹണിമൂൺ ട്രിപ്പിന് അയക്കുമെന്ന് ഏട്ടൻ പറഞ്ഞത് ഏതോ ഉറച്ചു വിശ്വാസത്തില. അത് ഏതർത്ഥത്തിലാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നല്ലോ ജയേട്ടാ. എനിക്കും അതേപ്പറ്റിയൊന്നും അറിയില്ല പ്രിയേ. പക്ഷേ ആ കാര്യം പറഞ്ഞപ്പോ പ്രസയുടെ കണ്ണുകളിൽ ഒരു തിളക്കം ഞാൻ കണ്ടു. പ്രസ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ഉറപ്പാ. അയ്യോ, ദുർഗേച്ചിയാണല്ലോ ജയേട്ടാ. എന്തു കോടാലിയാണോ എന്തോ. നിന്നെ വിളിക്കുന്നത് തക്കതായ എന്തോ കാരണം കൊണ്ടാണല്ലോ. എന്തായാലും ഫോൺ എടുക്ക്. അതെ, വല്ല ചീത്തയും വിളിക്കാനാണെങ്കിൽ ഞാൻ തിരിച്ചു വിളിക്കും ജയേട്ടാ. ഒരു ചീത്തയ്ക്ക് 9 ചീത്ത തിരിച്ചു വിളിച്ചോ, ഞാൻ ഏറ്റു. ഹലോ ദുർഗേച്ചി. പ്രിയേ, ഞാനൊരു കാര്യം പറയാനാ നിന്നെ വിളിച്ചത്. പറ ചേച്ചി.
അടിക്കില്ല, നല്ല സ്വഭാവത്തില. ആ പ്രിയെ, നമ്മുടെ തറവാട്ടിൽ നിന്ന് വല്യമ്മ വന്നിട്ടുണ്ട്, മന്ദാകിനി വല്യമ്മ. ഉവ്വോ. അല്ല, വെളുത്തമ്മ ഇപ്പൊ വന്നു ദുർഗേച്ചി? വന്നതിന്നാ. വല്യമ്മയ്ക്ക് ഉടനെ തുളസി ഒന്ന് കാണണമെന്ന് വലിയ നിർബന്ധം. ആണോ? ആ, നീ വേഗം തുളസി ഇങ്ങോട്ട് പറഞ്ഞുവിട്. അല്ല ദുർഗേച്ചി, ഞാൻ പറഞ്ഞാലൊന്നും അവള് ദേവമംഗലത്തേക്ക് വരില്ല. അത് ചേച്ചി വിളിച്ചാലേ അവള് വരൂ. അവള് മുറിയില്ല. ഞാൻ അവൾക്ക് ഫോൺ കൊടുക്കട്ടെ? എന്തു പറയുന്നു ദുർഗേച്ചി? ഞാൻ തുളസിമോൾക്ക് ഫോൺ കൊടുക്കട്ടെ? ആ, കൊടുക്ക്. ചേട്ടാ, തുളസിമോളോട് ദേവമംഗലത്തേക്ക് ചെല്ലാൻ ദുർഗേച്ചി പറയാൻ ഫോൺ അവൾക്ക് കൊടുക്കാൻ പറഞ്ഞു. മന്ദാകിനി വല്യമ്മ വന്നിട്ടുണ്ട് അത്രേ. ഓഹോ, ഇപ്പൊ പിടികിട്ടി പ്രസയുടെ കോൺഫിഡൻസ്. കൊടുക്കട്ടെ? ആ തുളസി മോളെ, എന്താ അമ്മേ? ദേ ദുർഗേച്ചി നിന്നെ വിളിക്കുന്നുണ്ട്. നീ വേഗം ദേവമംഗലത്തേക്ക് ചെല്ലാൻ. ദേ ദുർഗേച്ചി ലൈനിലുണ്ട്. നിന്നോട് നേരിട്ട് സംസാരിക്കാൻ കാത്തു നിൽക്ക. ദേ ദാ ദുർഗേച്ചിയോട് സംസാരിക്കേ. എനിക്കൊന്നും സംസാരിക്കാനില്ല. ഞാൻ ഇനി ദേവമംഗലത്തേക്ക് പോവുകയില്ല. എന്താ മോളെ ഇത്? ദേ ദുർഗേച്ചി നിന്നെ ആദ്യമായിട്ട് നേരിട്ട് വിളിക്കുക. ഫോൺ അറ്റൻഡ് ചെയ്യേ. ഫോൺ അറ്റൻഡ് ചെയ്യും മോളെ. എനിക്ക് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? മോളെ, ദുർഗേച്ചി സ്നേഹപൂർവ്വം വിളിക്കുമ്പോ ഫോൺ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. ദേ ഈ ഒരു നിമിഷത്തിന് വേണ്ടിയാ നമ്മളൊക്കെ പ്രാർത്ഥിച്ചത്. അവിടെ നമ്മുടെ മന്ദാകിനി വല്യമ്മ വന്നിട്ടുണ്ടെന്ന്. ദേ വല്യമ്മയ്ക്ക് നിന്നെ കാണൂന്ന്. എനിക്കാരെയും കാണുകയും വേണ്ട, ഞാൻ എങ്ങോട്ടും പോകുന്നുമില്ല. ദയവായിട്ട് എന്നെ ഒന്ന് വെറുതെ വിടുവോ? മോളെ, കൈവന്ന ഭാഗ്യം തട്ടിക്കളയല്ലേ. ഇപ്പൊ ദുർഗേച്ചി വിളിക്കുമ്പോ ഫോൺ എടുക്കാതിരുന്ന അത് വീണ്ടും പ്രശ്നമാവില്ലേ? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. എനിക്ക് ദേവമംഗലത്തേക്ക് പോകാൻ താല്പര്യമില്ല. ദുർഗാമ്മയുടെ സ്നേഹവും ആവശ്യമില്ല. പിന്നെ ആരുടെ സ്നേഹമാടി നിനക്ക് വേണ്ടത്? ദുർഗേച്ചി നിന്റെ ഭർത്താവിന്റെ അമ്മയാണ്. അവരുടെ സ്നേഹം നിനക്ക് വേണ്ടെന്നോ? എല്ലാ വൈരാഗ്യങ്ങളും മറന്ന് അവരെ നിന്നെ തിരികെ വിളിച്ചതാ. അപ്പോ അവരോട് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന്. ഇത് ശരിയാണോ നീ കാണിക്കുന്നത്? ദേ ദുർഗേച്ചി ലൈനിൽ തന്നെയുണ്ട്. ഞാൻ എന്തു മറുപടിയാ ദുർഗേച്ചിയോട് പറയാ? തൊമ്മനായമ്പോ ചാണ്ടി മുറുകുന്നൊരു പഴമൊഴി കേട്ടിട്ടുണ്ട്. ഫലത്തിൽ ഇവിടെ ഇപ്പൊ അതാണ്. ദുർഗേച്ചി പഴയ കാര്യങ്ങളൊക്കെ വിട്ട് നിന്നെ തിരികെ വിളിച്ചപ്പോ നിനക്ക് തലയിൽ കൊമ്പ്. ഫോൺ എടുത്ത് ദുർഗേച്ചിയോട് സംസാരിക്കടി. ഇല്ല, ഞാൻ എടുക്കില്ല. ദേ കരണം നോക്കി പുകയ്ക്കാ വേണ്ട ഇതിനൊക്കെ. തല്ലി ശാസിച്ചും വളർത്താത്തതിന്റെ കുഴപ്പമാ ഇവൾക്ക്. അഹങ്കാരം. ഞാൻ എന്തെങ്കിലും പറഞ്ഞ കൂടി പോവേ ജയേട്ടാ. നീ അവളുടെ കാലൊന്നും പിടിക്കണ്ട. അവൾക്ക് സൗകര്യം ഉണ്ടെങ്കിൽ അമ്മായിയമ്മയുടെ കോൾ അറ്റൻഡ് ചെയ്യട്ടെ. മക്കള് വളർന്ന് തന്നോളം എത്തിയ ഇങ്ങനൊക്കെ നന്ദികേട് കാണിക്കും. ദാ, എന്താണെന്ന് വെച്ചാ ചെയ്യും.
അതേടി, ഞാൻ തന്നെയാ ഇതിന്റെ അണിയറ ശില്പി. ഈ ദേവമംഗലത്തിന്റെ അധികാരിയും ഈ ഞാൻ തന്നെയാ. ആ ഞാൻ പറയുന്നു, ഇനി മുതൽ എന്റെ മകൻ ആദിയുടെ ഭാര്യ ആതിരയാണ്. ജയന്റെയും പ്രിയയുടെയും മകളെന്ന നിലയിൽ ഒരല്പം പരിഗണന നിനക്കിവിടെ നൽകിയിരുന്നു. പ്രസാദേട്ടന്റെ പെങ്ങളുടെ മകളെന്ന നിലയിൽ. ഇപ്പോ നീ അവരുടെ മകളല്ലാത്ത സ്ഥിതിക്ക് ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല. യാചകരെയും അവിഹിത ജന്മങ്ങളെയും പാർപ്പിക്കുന്ന സ്ഥലമല്ല ഈ ദേവമംഗലം. ഇതേ പാരമ്പര്യവും അന്തസ്സും ആഭിജാത്യവും ഉള്ള വലിയൊരു തറവാടാ. ഈ നാണം കെട്ടവൾ എന്ന് ഇതിനകത്ത് കയറിയോ അന്ന് മുതല് ഈ വീടൊരു യുദ്ധക്കളവാ. എന്തായിടോ? എന്താ പ്രശ്നം? ഇത് പ്രശ്നം തന്നെയാ. എനിക്കൊരു സമാധാനവും സ്വസ്ഥതയും കിട്ടില്ല. എന്താ കാര്യം എന്ന് പറയൂ. കാര്യം എന്താ? അവൾക്കേ പഴയ വൈരാഗ്യം, പക, എന്നോടുള്ള ശത്രുത. അതൊക്കെ പെട്ടെന്ന് മറക്കണമെന്ന് വെച്ചാൽ നടക്കുന്ന കാര്യമാണോ? എടോ, അവൾ ആധ്യാത്മിക ഗുരുവൊന്നും അല്ലല്ലോ, ഒരു സാധാരണ പെൺകുട്ടിയല്ലേ. ഞാനൊന്നും പറയുന്നില്ല, എല്ലാം അടക്കി വെക്കുക ഞാൻ. ദുർഗയുടെ ഞാനെന്ന ഭാവം അവസാനിപ്പിക്കാൻ ഇപ്പൊ ഇവിടെ അവതരിച്ച വനദുർഗയാണ് മന്ദാകിനി വല്യമ്മ. ഞാനടങ്ങിയേ പറ്റൂ ദുർഗ. എന്നിട്ട് തുളസി എന്ത് പറഞ്ഞമ്മേ? അവൾ എന്റെ ഫോൺ അറ്റൻഡ് ചെയ്യാനോ എന്നോട് സംസാരിക്കാനോ തയ്യാറല്ല. എടോ, അമ്മായിയമ്മയോട് സംസാരിക്കാൻ മരുമകള് തയ്യാറാവണില്ല എങ്കിൽ അതിന്റെ കാരണം അറിയാൻ എനിക്ക് പാഴൂർ പടിപ്പുറയിൽ പോകേണ്ട കാര്യമില്ല. കവടി നിരത്തി നോക്കുകയും വേണ്ട. കാര്യം വളരെ ലളിതം. വെളുത്തമ്മേ, വേണ്ട, വിശദീകരണം ഒന്നും ചോദിച്ചില്ല, പറയുകയും വേണ്ട. ഹാ, ചെന്നായയും ചീങ്കണ്ണിയും പോത്ത് പഴുതാര പാമ്പ് ഓന്ത് ഒക്കെ ഉണ്ട് ഇവിടെ. ഒരു ശുദ്ധികലശം വേണ്ടി വരും. അത് പോട്ടെ, എന്താ അവള് പറഞ്ഞത്? അവള് ഫോൺ എടുക്കുന്നില്ലേ? അതെ, തുളസി ഫോൺ എടുക്കുന്നില്ല. അതിനെന്തേലും കാരണങ്ങൾ ഉണ്ടാവൂല്ലോ. അതുകൊണ്ട് നമുക്ക് പോയി അവളെ കൂട്ടിക്കൊണ്ടുവരാം. അത് നല്ല കാര്യമാ. അതി നീയും കൂടെ ചെല്ലു വല്യമ്മയുടെ കൂടെ. ആദ്യമല്ല, നീ വരണോ എന്റെ കൂടെ? നീ വേഗം പോകാൻ തയ്യാറായിക്കോ. അത് വല്യമ്മ. എന്നെന്തിനാ ഇങ്ങനെ നോക്കുന്നത്? അമ്മയുടെ പൊന്ന് വെളുത്തമ്മയല്ലേ? സുലു, ഈ വല്യമ്മ വലിയ ഉപദ്രവാവോ മാമൂസേ? ഇത് പ്രശ്നമാവും. അവര് നമ്മുടെ പ്ലാനുകൾക്കെല്ലാം ഒരു വലിയ തടസ്സമാണ്. പിന്നെ എത്ര വലിയ മരം ആയാലും തലയ്ക്കു മീതെ വളർന്നാൽ വെട്ടിക്കളയേ നിവർത്തിയുള്ളൂ. അതുകൊണ്ട് നമ്മൾ കെട്ടിപ്പൊക്കിയ പ്ലാനും പദ്ധതിയും ഒക്കെ തകർന്ന് തരിപ്പണോ? എന്താ സുലു, നീ എന്താ ഈ പറയുന്നേ? ദേ, ദുർഗീച്ചിയും വിളിച്ചോണ്ടേ ആ വല്യമ്മ തുളസി കൂട്ടിക്കൊണ്ടുവരാമോ?
മാമൂസേ, എന്താ മാമൂസേ ഇതൊക്കെ? ദേ ഇത് വലിയ പ്രശ്നമാണ് അപ്പച്ചി. ഈ വല്യമ്മ ഇടപെട്ട നമ്മുടെ എല്ലാ മനക്കോട്ടകളും തകരും. പിന്നെ ദുർഗേച്ചിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എനിക്കറിയാം സുലു, ഞാൻ ഈ കാര്യം എങ്ങനെ തരണം ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചിരിക്കുക. ശ്ശോ. ഈ വല്യമ്മയ്ക്ക് അനുസരിപ്പിച്ചുള്ള ശീലമേ ഉള്ളൂ. ദുർഗേച്ചി അവരുടെ മുമ്പിൽ രണ്ട് കൈയും കെട്ടി എന്നതുപോലെ നിൽക്കുന്നത്. ഈ വല്യമ്മ എന്ത് പറഞ്ഞാലും ദുർഗേച്ചിക്ക് അനുസരിക്കേണ്ടി വരും. ശല്യം, ആ കിളവി ഒരു പുലിവാലായല്ലോ. ഓഹ് എന്റെ അപ്പച്ചി, എലിയും പുലിയും ഒന്നും അല്ല, അവരൊന്നാം തരം കടുവയാ. ശ്ശോ. വെളുത്തമ്മ ദുർഗാന്റെ വിളിച്ചോണ്ട് പോയി, ആ തുളസിയെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് വരും. അവള് പിന്നെ ആദ്യേട്ടന്റെ ഭാര്യയാവും. ആ അത് തന്നെ. ദേ സുലു, അപ്പച്ചി, ഈ ആദ്യം തുളസിയും തമ്മിൽ എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ ആ പിണക്കവും മാറ്റി അവരെ ഒരുമിപ്പിച്ചിട്ടേ ഇവിടുന്ന് വല്യമ്മ പോവും. നീ ഒന്നും മിണ്ടാതിരിക്ക. അല്ല പിന്നെ അതല്ല അപ്പച്ചി, ഈ വല്യമ്മ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ വലിയ മിടിക്കുക. മാമൂസേ, എന്റെ ആദ്യേട്ടൻ പിന്നെ കൈവിട്ട് പോവാണോ? ഈ വല്യമ്മ ദേവമംഗലത്തേക്ക് വരുന്ന അറിവ് കിട്ടിയപ്പോഴേ ഞാൻ മനസ്സിൽ കുറിച്ചതാ, ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കൂന്ന്. അതുപോലൊക്കെ തന്നെ സംഭവിച്ചു. മാമൂസേ, മാമൂസേ എന്താന്നും മിണ്ടാ നിക്കുന്നേ? നീ ഒന്ന് സമാധാനായിട്ടിരിക്കെ. മന്ദാകിനി വല്യമ്മ ഏതറ്റം വരെ പോകുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ചേട്ടാ, വല്യമ്മ അവിടെ വന്നിട്ട് നമ്മളൊന്ന് കാണാൻ ചെല്ലാതിരിക്കുന്നത് മോശമല്ലേ? മോശമാ. മോശം നല്ല പറയേണ്ടത്, മര്യാദകേടാ. പക്ഷേ നമ്മൾ മാത്രമായിട്ട് എങ്ങനെ പോകും? തുളസി മോൾ എവിടെയെന്ന് വെളുത്തമ്മ ചോദിച്ചാൽ നമ്മൾ എന്ത് ഉത്തരം പറയും? വെളുത്തമ്മ വന്നിട്ട് മറ്റെന്ത് പ്രശ്നം മറ്റാരോടുണ്ടെങ്കിലും കാണാൻ ചെല്ലാത്തത് ഒരു അധിക പ്രസംഗമായിട്ട് വെളുത്തമ്മ കാണും. അതൊരർത്ഥത്തിൽ ശരിയാ. പക്ഷേ തുളസിമോളോടൊപ്പം നമ്മളും ഇങ്ങനെ ഇരിക്കുന്നത്, അല്ല നമുക്ക് പോയൊന്ന് കാണാൻ ചെയ്യട്ടാ. അവൾക്ക് വല്ല പനിയോ മറ്റോ ആണെന്ന് പറയാം. അതാണല്ലേ നല്ലത്. ആരോ വന്നല്ലോ, ഏട്ടനായിരിക്കും. വരണം. വെളുത്തമ്മ, ചേട്ടാ, വെളുത്തമ്മ നമ്മളെ തിരക്ക് ഇങ്ങോട്ട് വരുന്നതായിരിക്കും. വാ. വെളുത്തമ്മേ, എന്താണ് പോലീസുകാരന്റെ ഭാര്യയ്ക്ക് സുഖം തന്നെയാണോ? സുഖ വെളുത്തമ്മേ. നിനക്ക് ആ പഴയ അസുഖമൊക്കെ മാറി അല്ലയോടി മോളെ? മാറി വെളുത്തമ്മേ. ഞാനും പ്രിയയും കൂടെ ഇപ്പൊ അങ്ങോട്ട് വരാൻ തുടങ്ങായിരുന്നു. വേണ്ട വേണ്ട, നിങ്ങളൊക്കെ വലിയ വിഐപികളാ. പാപം, ഞങ്ങൾ ഇവിടെ വന്ന് നിങ്ങളെ കാണുന്നതല്ലേ അതിന്റെ ഒരു മര്യാദ. അകത്തോട്ട് വരാം.
വെളുത്തമ്മ ഇരിക്കേ. ആ, അല്ല വെളുത്തമ്മയ്ക്ക് കുടിക്കാൻ എന്താ വേണ്ടേ? കുടിക്കാനും കഴിക്കാനും ഒന്നും അല്ല മോളെ ഞാൻ വന്നത്. നിങ്ങളോടൊപ്പം ഇരിക്കാനാ. എത്ര നാളായിട്ട് മോളെ നിന്നെ കണ്ടിട്ട്. നിന്നെ പോലെ ഒരു തങ്കപ്പെട്ട സ്വഭാവമുള്ള കുട്ടിയെ ഞാൻ എന്റെ ആയുസ്സിൽ കണ്ടിട്ടില്ല. ആ, അതവിടെ നിക്കട്ടെ. എവിടെ നമ്മുടെ ആദിമോന്റെ പെണ്ണ്? അവള് മുകളിൽ മുറിക്കകത്തുണ്ട്. ഞാൻ പോയി വിളിച്ചോണ്ട് വരാം. വേണ്ട വേണ്ട, വലിയ വലിയ ആളുകളെയൊക്കെ അവരിയ്ക്കുന്ന സ്ഥലത്ത് പോയി കാണണം. അതാണ് ലോകമര്യാദ. നമുക്ക് അങ്ങോട്ട് പോവാം, വാ. ചേട്ടാ, ദുർഗേ,